ഒരുവിധം ഞാനത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ആദ്യം വഴി തെറ്റിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ഒരു ടൈനി ഒരു കട്ടാണ് ഇവൻ കട്ട് ചെയ്യുക. ഈ കാണുന്ന രണ്ടും സെൻസേഴ്സാണ്. ഇതിങ്ങോട്ട് മാറ്റി വെക്കുന്നു. ഓക്കെ, ഹേ ഗായ്സ്, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, റോബോട്ടിക് മൂവറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു സഹായിയാണ്, എൻ്റെ ഒരു ബംഗാളിയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവനാണുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ 2-3 ആഴ്ച കൂടുമ്പോൾ ഇവനെ ഞാനൊന്ന് ക്ലീൻ ചെയ്യുക, ടൈഡി അപ്പ് ചെയ്യുക പരിപാടിയൊക്കെ ചെയ്യാറുണ്ട്. അതെങ്ങനെയാണ് ടൈഡി അപ്പ് ചെയ്യുന്നത് അത് കാണാം. അതിനൊപ്പം തന്നെ ഇവൻ ലോൺ മൂവ് ചെയ്യുന്നത് പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാനൊരു നിങ്ങളെ കണ്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിലൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഒന്ന് ടേൺ ഓഫ് ചെയ്യണം. ടേൺ ഓഫ് ചെയ്തു ഞാൻ. അത് കഴിഞ്ഞിട്ട് നേരെ പുള്ളി ചെയ്യുകയാണ് ഇവനെ. ഇങ്ങനെ പുള്ളി ചെയ്യാം. ഇങ്ങനെ പുള്ളി ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. ഓക്കെ, ഇനി കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഈ കവറുണ്ടല്ലോ, ഈ കവർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ കവർ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കുറേ പുല്ലൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് തട്ടി ക്ലീനാക്കി ഇടുക. അതിൻ്റെ ഉള്ളിൽ ബ്രഷ് ഉണ്ട്. പിന്നെ ഇതിനെ പൊക്കിയിട്ട് ഇതിൻ്റെ അടിയിലും കുറേ പുല്ലൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ടാവും. എന്ന് വെച്ചാൽ മഴ പെയ്ത് നല്ല വെറ്റായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ട് പുല്ല് മുഴുവൻ സ്റ്റിക്ക് ചെയ്തിലിരിക്കും. അല്ലെങ്കിൽ ഇപ്പം നല്ല ഡ്രൈ ആണെങ്കിൽ പുല്ലിൽ സ്റ്റിക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെറ്റായി കിടക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് കാണാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഒരു ക്ലിപ്പിലിരിക്കുകയാണ്. നമ്മളിങ്ങനെ പുള്ളി ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നോളും. ഇവിടെ മുഴുവൻ പുല്ലായിട്ട് ഇരിക്കുകയാണ്. കാണാം, ഇതാ കാണുന്ന വെച്ച് നോക്കാം ഞാൻ. ഇവിടെ നാം കുറച്ചും കൂടെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരുവിധം ഞാനത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇതിനെ ബാക്ക് ടു ആ ക്ലിപ്പിലേക്ക് തന്നെ ഇടാം. അവിടെ ശരിയായിട്ടില്ല. 4 ക്ലിപ്പിങ് കിട്ടും. ഇനി നമുക്കിതിനെ ടേൺ ചെയ്യാം. ഇതാ ഇതിൻ്റെ അടിയിൽ കണ്ടോ, അടിയിലൊക്കെ നിറച്ചിട്ട് ഇത് പുല്ല് കെട്ടിയായിട്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞ നല്ല വെറ്റായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കാറില്ല. അപ്പോൾ വെറ്റായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും അസ്കവാന എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സാധനമാണിത്. ഇത് ഇവിടെ നിന്നാണ്, ചൈനീസൊന്നും അല്ല കേട്ടോ, ഇത് ജർമ്മനാണിത്. ജർമ്മൻ കമ്പനിയാണ് അസ്കവാന. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ഇവരുടെ ലോൺ മൂവേഴ്സും പരിപാടിയൊക്കെ നല്ല അടിപൊളി ലോൺ മൂവേഴ്സൊക്കെ ഉണ്ട്. ഇവരുടെ എല്ലാം ഈ നമ്മുടെ എന്താണ് ഫാമിലേക്കൊക്കെ ഉള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഇവരുടെ പുതിയ കണ്ടുപിടുത്തമാണ്. ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ടെക്നോളജി എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത് വെക്കാമെന്ന് വെച്ചത്. രസമല്ലേ, ഇവൻ തന്നെ പുല്ലും പരിപാടിയൊക്കെ വെട്ടും. ആ വെട്ടണം എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഇത് മതി, ഇത്രയും ടൈഡി അപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇവനെ ബാക്ക് ടു അങ്ങോട്ട് തന്നെ നമുക്ക് പുഷ് ചെയ്ത് വെക്കാം. അങ്ങോട്ട് പുഷ് ചെയ്ത് കൊടുത്തു. ഒരു സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിനുശേഷം ഇവനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാനൊന്ന് ഓൺ ചെയ്യുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് അവിടുന്ന് സമയം അടിച്ചിട്ടേ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് സംശയം. ഓക്കെ, അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്കൊരു പിന്നുണ്ട്. ആ പിന്ന് കൊടുക്കണം. എന്താ ഇവിടെ ഓണാവത്തെ? ഓണാവിടെ? ഓണായി വരുന്നുണ്ട് ഇവിടെ. ഇത് കണ്ടോ, ഇത് ഒരു ഫോണിലൊരു ആപ്പ് ഉണ്ട് കേട്ടോ. ആപ്പിലേക്ക് മുഴുവൻ നമുക്ക് ആപ്പിൽ കൂടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഇവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഞാനിവിടെ ഓഫ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ചെയ്യുന്നത്. എനിക്കൊരു പിന്നുണ്ട്. ആ പിന്ന് ഇവിടെ കൊടുക്കണം. എന്നാലും ഞാൻ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഓൾ ഡൺ. പിന്നെ സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, അതങ്ങനെ ക്ലീനിങ് കഴിഞ്ഞു. ഞാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ടൈം ആയിട്ടില്ല. കുറച്ചും കൂടെ ഒന്ന് ഇപ്പം ഭയങ്കര വെറ്റാണല്ലോ, ഒന്ന് ഡ്രൈ ആയിട്ട് ഞാൻ അവനെ ഷെഡ്യൂൾ ചെയ്യുന്ന ടൈം കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവൻ പൊക്കോളൂ. ഞാൻ അവൻ ഓടി തുടങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അവൻ്റെ മൂവ്മെൻറ്റും പരിപാടിയൊക്കെ. പിന്നെ ഈ പറമ്പിന് ചുറ്റും ഞാനൊരു കേബിൾ കൊടുത്തിട്ടുണ്ട്. ആ കേബിളിൽ ആണ് ഇവൻ സെൻസ് ചെയ്യുന്നത്. ഇവൻ ഇപ്പോൾ ബൗണ്ടറിക്ക് പുറത്തേക്ക് പോകാതിരിക്കുന്നത്.
അതിൽ സെൻസീവുമാണ്. അതുപോലെ തന്നെ ഈ വീടിനോട് അടുത്തെത്തുമ്പോഴൊക്കെ അവൻ സെൻസ് ചെയ്യും. അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ ആരെങ്കിലും അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മൊബൈലിലേക്ക് നേരെ ഒരു മെസ്സേജ് വരും, ആരോ അവനെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയെന്ന് വെക്കാം, എടുത്തുകൊണ്ട് പോയാൽ തന്നെ ഈ കൊണ്ടുപോകുന്നതിന് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ സെക്യൂരിറ്റി പാസ്വേഡ് കൊടുക്കണം, അതുപോലെ തന്നെ ബൗണ്ടറി ലൈൻസ് പല കാര്യങ്ങളുണ്ട്. ഇത് സാറ്റലൈറ്റൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വേറൊരു ഗുണമെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മൊബൈലിൽ നോക്കുമ്പം ഇതിൻ്റെ മാപ്പ് കാണിക്കും, ഇതാരാണ് കൊണ്ടുപോയിരിക്കുന്നത്, ആരുടെ വീട്ടിലാണ് ഈ സാധനം ഇരിക്കുന്നതെന്ന് വരെ എൻ്റെ ഈ മാപ്പിൽ കാണിക്കും. ഓക്കെ, എനിക്ക് ബ്രീത്തിങ്ങിന് ചെറിയൊരു ഇത് കാണിക്കാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല തണുപ്പാണ്, 2 ഡിഗ്രി 3 ഡിഗ്രിക്കാണ് തണുപ്പ്. അതുകൊണ്ടാണ് ഈ വിഷം പരിപാടികളൊക്കെ കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാലോ, തണുപ്പത്ത് നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ബ്രീത്തിങ്ങിന് പ്രോബ്ലം ഉണ്ടാവുമല്ലോ. നല്ലോണം കിതക്കേണ്ടത് ഞാൻ. ഓക്കെ, ഇനി അവനെ ഓടി തുടങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അവൻ പുല്ല് കെട്ടിയാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സീനാണ് ഈ കാണുന്നത്. കറക്റ്റ് ടൈമായി തന്നെ അവൻ്റെ ഹോമിൽ നിന്ന് ഇറങ്ങി അവൻ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവൻ തീരുമാനിച്ചിരിക്കുന്നത്, അവൻ ആദ്യം വഴി തെറ്റിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ഇവൻ്റെ വീടിനടുത്ത് തന്നെയുള്ള ഏരിയകൾ അവൻ കട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന്. അവൻ എന്തോ ഒരു ലൊക്കേഷൻ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ബൗണ്ടറിയിൽ എത്തിയവൻ അവിടെയാണ് കേബിൾ ലൈൻ പോകുന്നത്. അവിടുന്ന് അങ്ങോട്ടാവും പോകാതിരിക്കുന്നത്. അവിടെ ആ കേബിൾ ലൈനെ സെൻസ് ചെയ്തുകൊണ്ടാണ്. ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഇനിഷ്യൽ സെറ്റപ്സാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. യൂഷ്വലി ഇവന് ഇപ്പോഴാണ് കണ്ടോ സൗണ്ട് അവൻ്റെ മാറി, കട്ടിങ് തുടങ്ങുകയാണ് ഇപ്പം തൊട്ട്. ഇപ്പം കട്ടിങ് തുടങ്ങി. ശരിക്കും യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവൻ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഇതിലൊരു കേബിൾ ലൈൻ പോകുന്നുണ്ട്. അങ്ങനെ പോയി ആ പറമ്പിൻ്റെ ഏതാണ്ട് നടുക്കെത്തുമ്പോഴാണ് കട്ടിങ് തുടങ്ങാറ്. ഓരോ ദിവസവും അവൻ്റെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കും. ഇന്ന് അവൻ ഉദ്ദേശിക്കുന്നത് ഇവൻ്റെ ഹോമിൻ്റെ അടുത്ത് തന്നെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് അവൻ്റെ ഉദ്ദേശം. അവൻ ഇങ്ങോട്ട് വരാൻ പോവുകയാണ്. ഇവന് എല്ലാ ദിവസങ്ങളിലും തന്നെ ഇങ്ങനെ ഇവിടെ വളരെ ടൈനി ഒരു കട്ടാണ് ഇവൻ കട്ട് ചെയ്യുക. അപ്പോൾ നീറ്റായി കിടക്കും ഇവിടെ. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഇപ്പം വലിയൊരു ഒത്തിരി ലോണും പരിപാടിയൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. ഇപ്പം ചെറുതായിട്ട് അവൻ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ശരിക്കും ഭയങ്കര ഒരു ടെക്നോളജിയാണ് കേട്ടോ എൻ്റെ. നോക്കാം, ഇവിടെ വരുമ്പോൾ ഈ ബൗണ്ടറിയിൽ എത്തുമ്പം ഇവിടെ ബൗണ്ടറി ലൈൻ പോകുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ അവൻ നിൽക്കും, അല്ലെങ്കിലും നേരെ ഇവിടെ ഒന്ന് തട്ടാനാണ് ചാൻസ്. ബൗണ്ടറി ലൈനിൽ മുട്ടി അത് കഴിഞ്ഞ് അവിടെ നിന്ന് ടേൺ ചെയ്യുകയാണ്. ഇപ്പോൾ നോക്കാം, അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുന്നു കാണാം അവനെ. അവന് മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അവൻ ബാക്ക് എടുക്കുകയാണ് നേരെ. അപ്പോൾ കട്ടിങ് ഓഫാക്കിയിട്ടോ അവൻ നേരെ ടേൺ ചെയ്തു അവൻ. ഇവിടെ കുടുങ്ങി പോകേണ്ടതാണ് അവൻ അവിടുന്ന്. അവൻ്റെ ഒരു ടെക്നോളജി കണ്ടോ. മുമ്പിൽ 2 കണ്ണുകളുണ്ട് കേട്ടോ അവന്. സെൻസേഴ്സ് ഉണ്ട്, നമ്മുടെ വണ്ടികളിലൊക്കെ ഉള്ള പോലെ സെൻസേഴ്സ്. ഈ കാണുന്ന 2 സെൻസേഴ്സാണ്. പിന്നെ ലൈറ്റ്സൊക്കെ ഉണ്ട്. ലൈറ്റ്സൊക്കെ നമുക്ക് ഡേ ടൈമിൽ ഫുൾ ഓൺ ചെയ്തിടാം. LED ആണ്. അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും അതിനെ കൺസ്യൂം ചെയ്യില്ല അതിൻ്റെ പവറൊന്നും. പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും ആ ലൈറ്റ്സ് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കും. സംഭവം കൊള്ളാം അല്ലേ? മനസ്സിലായല്ലോ. ഇത് അസ്കവാന എന്ന് പറഞ്ഞിട്ട് ഒരു ജർമ്മൻ സംഭവമാണിത്. ഇത് എനിക്ക് ഇറക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷമായുള്ളൂ ഇങ്ങനത്തെ ഒരു ടെക്നോളജി വന്നിട്ട്. ഇപ്പം എല്ലാം ഇങ്ങനെ റോബോട്ടിക്കും അതുപോലെ തന്നെ ഇലക്ട്രിക്കിലേക്ക് മാറുകയാണല്ലോ. അവിടെ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് ഡ്രൈവർലെസ് കാർ ആദ്യം ഇറക്കിയല്ലോ, അതും ഇവിടെ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാം അല്ലേ? ഇതിന് ഞാൻ പേ ചെയ്തത്, ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. പല വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോരം ഏരിയ കട്ട് ചെയ്യാനുണ്ട് എന്നനുസരിച്ചാണ് ഇതിൻ്റെ വില വരിക. അപ്പം അതിൻ്റെ കൂടുതൽ പവർ വേണം, കൂടുതൽ ഏരിയയും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ. ഞാൻ അതിന് പേ ചെയ്തത് എത്രയാണ്? $5,000. $5,000 ഇൻക്ലൂഡിങ് ഇൻസ്റ്റലേഷൻ ആട്ടോ. ഇതിൻ്റെ ചുറ്റും ബൗണ്ടറി ലൈൻ വലിക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ അവർ വന്ന് ചെയ്തു തന്നു. പിന്നെ നമ്മുടെ ഫോണിൽ ആപ്പും പരിപാടിയുണ്ട്.
ആപ്പിലൂടെയാണ്. പിന്നെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വേറെ എന്ന് വെച്ചാൽ വെതറുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് വെതർ റിപ്പോർട്ട് കിട്ടുകയാണ്, ഭയങ്കര ഗംഭീര ഹെവി റെയിൻ ആണെന്നുണ്ടെങ്കിൽ അവൻ നേരെ ഹോമിലേക്ക് തന്നെ കയറി പൊക്കൊള്ളുവാൻ. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഒന്നും പറയാൻ പറ്റാത്തത് അത്ര ഭയങ്കര ടെക്നോളജിയാണ് കേട്ടോ. ഒത്തിരി ഫീച്ചേഴ്സും പരിപാടിയുണ്ട് ഇതിന്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യൽ, പിന്നെ ഇപ്പോൾ തെഫ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞ പരിപാടികൾ, അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സും പരിപാടിയൊക്കെ ഉണ്ട്. അവനെ ഒന്നുകൂടെ കാണാം കേട്ടോ നമുക്ക്. എൻ്റെ വരവ് വേണ്ട, ബൗണ്ടറിയിൽ എത്തുന്നു, ഡിക്റ്റേറ്റ് ചെയ്തു, ടേൺ ചെയ്യുന്നു. ചില സമയങ്ങളിൽ ഇവൻ നമ്മൾ വിചാരിക്കും ഇവന് സ്റ്റക്കായി എന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ അവൻ അവിടെ നിന്ന് കയറിപ്പോരും. അവനെ ഉദ്ദേശിക്കുന്ന മനസ്സിലായില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് പോകാത്തതെന്ന് വെച്ചാൽ അവിടെ ബൗണ്ടറി ലൈൻ ഉള്ളതുകൊണ്ടൊന്നുമല്ല. അവനെ ഉദ്ദേശിക്കുന്ന ഈ ഏരിയ ഉണ്ടല്ലോ, ഇത്രയും ഏരിയ ഇന്ന് കട്ട് ചെയ്യുക, കുറച്ച് നേരം അങ്ങനെയായിരിക്കും ഈ ഏരിയ കട്ട് ചെയ്യുക, അതിനുശേഷം വേറൊരു ഏരിയയിലേക്ക് പോകും. അങ്ങനെ പല ദിവസവും പല പാറ്റേണാണ് അവൻ തീരുമാനിക്കുക, പല സ്റ്റൈൽ ഓഫ് കട്ടിങ് ആയിരിക്കും. ചില ദിവസം അവൻ അങ്ങനെ പറമ്പിൻ്റെ ആ സൈഡിലേക്ക് പോകും, ചില ദിവസം ഇവൻ്റെ ഹോമിൻ്റെ ചുറ്റും തന്നെ കട്ട് ചെയ്ത് വൃത്തിയാക്കും. അപ്പം പിന്നെ അതുപോലെ തന്നെ ഇപ്പം പുല്ല് കുറവാണെങ്കിൽ ഇവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഓടി കഴിയുമ്പം അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നേരെ ബാക്ക് ടു ഹോമിലേക്ക് പോകും. അതുപോലെ തന്നെ ഇപ്പം അവന് ഫീൽ ചെയ്യുകയാണ് ഒരു ഏരിയയിൽ ചെന്നപ്പോൾ വല്ലാതെ പുല്ലവിടെ ഫീൽ ചെയ്യുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൗണ്ടായിട്ട് ആ ഏരിയ തന്നെ കട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവനവിടെ സെൻസ് ചെയ്തു വളരെയധികം പുല്ലവിടെ ഉണ്ടെന്ന് അവന് തോന്നി. അവനവിടെ റൗണ്ടിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ടെക്നോളജി അല്ലേ. അപ്പോൾ ഓക്കെ, ഇതുപോലുള്ള ഒത്തിരി നല്ല വീഡിയോസും പരിപാടിയായിട്ട് ഇനിയും വരാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ്, മല്ലു ഗൈസ്.